എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ ഒന്നരാഴ്ചത്തോളം ഈ വീട്ടിലിരുന്ന് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കൊന്തയാണ്. അപ്പോൾ ഇതുപോലൊരു കൊന്ത നിങ്ങളുടെ കയ്യിലോട്ട് ഉണ്ടാക്കി തരണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങളുടെ പേരും പ്ലേസും ഒക്കെ എൻ്റെ കയ്യിലോട്ട് അയച്ചു തരണം. എൻ്റെ കയ്യിലോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് തരാം. എൻ്റെ വീടിൻ്റെ അഡ്രസ്സും എൻ്റെ ഫോൺ നമ്പറും എൻ്റെ പേരും ഞാൻ താമസിക്കുന്ന സ്ഥലം അത് ഞാൻ വീഡിയോയുടെ അവിടെ ഡിസ്ക്രിപ്ഷനിലുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിടാം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കത്തൊക്കെ ചെയ്യാറില്ലേ, കത്തൊക്കെ ചെയ്യുന്ന ആ കവറിൻ്റെ ഭാഗത്തിനായിട്ട് നിങ്ങൾ പെൻസിൽ മണ്ണിട്ടിട്ട് നിങ്ങൾ അഡ്രസ്സ് ചിറ്റാറ്റ് കരക്കാരൻ ഞാൻ കൊടുത്തിടാം. ചിറ്റാറ്റ് കരക്കാരൻ, പിന്നെ ഫോൺ നമ്പർ 6238578500. ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ അവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എന്തായാലും നിങ്ങളത് നോക്കി നിങ്ങൾ കത്തിൻ്റെ മുൻഭാഗത്തായിട്ട് നിങ്ങൾ അഡ്രസ്സ് ചിറ്റാറ്റ് കടങ്ങാൻ, ഫോൺ നമ്പർ 62385700, പിന്നെ പ്ലേസ് പലോതി, എൻ്റെ പേര് സിജോയ് ജോ, മൈ നെയിം സിജോയ് ജോ. ഇത് കൊടുത്ത് എൻ്റെ വീട്ടിലോട്ട് അയച്ച് പറഞ്ഞ സാധനങ്ങൾ കത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് തരണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നത് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ഒന്നരാഴ്ചത്തോളം വീട്ടിൽ ഇരുന്ന് സ്വന്തമായി ഉണ്ടാക്കിയ കൊന്ത. അപ്പോൾ ഇതുപോലൊരു കൊന്ത നിങ്ങൾ കയ്യിലോട്ട് ഉണ്ടാക്കി തരണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ലേ, ആ പോസ്റ്റിൻ്റെ കവറ് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കവറ് തരും എന്ന് ചോദിക്കുമ്പോൾ അവർ ഉണ്ടെങ്കിൽ തരും. അത് നിങ്ങൾ മറ്റൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി, ഈ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കയ്യിലോട്ട് തരും. അപ്പോൾ അവിടുത്തെ പൈസ എത്രയാണെന്ന് വെച്ചാൽ ചോദിക്കുക, ഇത് പൈസ കൊടുക്കുക, അത് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലൊരു കൊന്ത നിങ്ങളുടെ കയ്യിലോട്ട് ഉണ്ടാക്കി തരണമെങ്കിൽ പിന്നെ ഈ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു കവറിന് നിസ്സാര പൈസയുള്ളൂ, 4-5 രൂപ 2 രൂപ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു കൊന്ത നിങ്ങൾ കയ്യിലോട്ട് ഉണ്ടാക്കി തരണമെങ്കിൽ നിങ്ങൾ ആ കവറിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 600 മീറ്റർ നൈലോൺ നൂല് നിങ്ങൾ വെട്ടി വെക്കണം. 600 മീറ്റർ, ഇത് 600 മീറ്റർ നീളത്തിൽ ഞാൻ നൈലോൺ നൂല് എടുത്ത് ഉണ്ടാക്കിയതാണ്. 600 മീറ്റർ. പിന്നെ വേണ്ടത് പഴയ പൊട്ടിയ കൊന്ത ആണ്. അപ്പോൾ പഴയ പൊട്ടിയ കൊന്ത നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണികൾ നിങ്ങളുടെ കയ്യിലോട്ട് ഉണ്ടാവുമല്ലോ, അത് 53 മണികൾ നിങ്ങൾ കത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് തരണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ കൊന്തരം മണികൾ ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടിയ കൊന്തയുടെ അതേ കളറുള്ള മറ്റൊരു കൊന്ത നിങ്ങളുടെ കയ്യിൽ അനാവശ്യം ഉണ്ടാവും. അത്
ഈ കൊന്തയുടെ കൂടെ നിങ്ങൾ ഇട്ട് വയ്ക്കുക. ഗൈസ് ഒരു കാര്യം കൂടി, 2 കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ്, നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, ഒക്കെ അതെന്താണോ നിങ്ങൾ ഒരു മറ്റൊരു കടലാസ് ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് എന്താണോ അത് എഴുതുക, നിങ്ങളുടെ പേരെന്താണോ അത് എന്താണെന്ന് വെച്ചാൽ എഴുതുക, പിന്നെ ഫോൺ നമ്പർ അത് എന്താണെന്ന് വെച്ചാൽ എഴുതുക, പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് ഇതൊക്കെ നിങ്ങൾ എഴുതി എൻ്റെ വീടിൻ്റെ അഡ്രസ്സിൻ്റെ അവിടേക്ക് നിങ്ങൾ അയച്ചു തരാം. ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റായി ഒട്ടിക്കണം. ഉള്ളിൽ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്, അതൊന്നും അടിച്ച് പറ്റാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒട്ടിക്കുക. നിങ്ങളൊരു കാര്യം എഴുതി വെക്കണം, മറ്റാരും ഇത് പൊട്ടിച്ച് തുറന്നു നോക്കാൻ പാടില്ല. നിങ്ങൾ കത്തിൻ്റെ വശത്തെ നിങ്ങൾ എഴുതി വയ്ക്കണം. വീടാണ് അത്, നിങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ എഴുതി വയ്ക്കണം. അപ്പോൾ ഗൈസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കത്തിൻ്റെ ഉള്ളിലോട്ട് വെക്കേണ്ട സാധനങ്ങൾ 600 മീറ്റർ നീളത്തിൽ നൈലോൺ നൂല്, അത് 600 മീറ്റർ പ്ലസ് 600 മീറ്റർ 1200 മീറ്റർ നീളം നൈലോൺ നൂല് വേണം. പിന്നെ പൊട്ടിയ കൊന്ത പ്ലസ് നിങ്ങളുടെ കയ്യിൽ മണികൾ 53 മണികൾ നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതേ കളർ മറ്റൊരു പഴയൊരു നിങ്ങളുടെ കയ്യിൽ അനാവശ്യമായിട്ടുള്ള കൊന്ത നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ കൊന്തയുടെ കൂടെ വയ്ക്കുക. പിന്നെ ഗൈസ് അഡ്രസ്സ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പ്ലേസ്, ഇതെന്താണ് കറക്റ്റായിട്ട് മറ്റൊരു കടലാസ് ഷീറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം, എഴുതി തരണം. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഫീസ് 500 എൻ്റെ ഫീസുണ്ട് 50 രൂപ, അത് നിങ്ങൾ കറക്റ്റായിട്ട് കത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് തരണം. 500 എന്ന് പറഞ്ഞ് തെറ്റി പറഞ്ഞാണ്. എൻ്റെ ഒരു ഫീസ് ഒരു 50 രൂപ ആണ്. 50 രൂപ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കത്തിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കണം. ഈ പൈസ ഒന്നും നിങ്ങൾ ഒട്ടിച്ച് വെക്കാതിരിക്കുക. പൈസ ഒന്നും ഒട്ടിച്ച് വെക്കാണ്ട് നിങ്ങൾ വേറെ ഇതിൽ നിങ്ങൾ എഴുതി തരണം. ഈ UPI ആയിട്ട് ഒന്നും ചെയ്ത് തരണ്ട, എനിക്ക് ക്യാഷായിട്ട് മതി. കാരണം കുറച്ച് ലീഗലുണ്ട് ഈ സംഭവം, ഭയങ്കര ഇതാണ്. അപ്പോൾ ക്യാഷായിട്ട് നിങ്ങൾ കത്തിൻ്റെ ഉള്ളിലോട്ട് ഇടുക. UPI പേയ്മെൻറ്റ് ചെയ്യാനോ അത് ചെയ്ത് ഇത്തിരി റിസ്ക്കാണ്, ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പം ഞാനതൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ചെയ്യണമെങ്കിൽ പൈസ വേണം. നിങ്ങൾ ക്യാഷായിട്ട് നിങ്ങൾ ആ കത്തിൻ്റെ ഉള്ളിലോട്ട് എൻ്റെ ഫീസ് 50 രൂപ കറക്റ്റായിട്ട് ഇടുക. അപ്പോൾ ഗെയ്സ് ഇത്രേ ഉള്ളൂ.
ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയ കൊന്തകൾ. ഇതൊരു കൊന്ത, ഇതൊരു കൊന്ത, ഇതൊരു കൊന്ത ഞാൻ വീട്ടിൽ സ്വന്തമായി ഇരുന്നുണ്ടാക്കിയ കൊന്തകളാണ്. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇത്, ഇത്, ഇത് ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്നുണ്ടാക്കിയ കൊന്തകളാണ്. ഈ കൊന്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു ദിവസം 3 കൊന്തകൾ മാത്രമേ മാക്സിമം ഉണ്ടാക്കാൻ സാധിക്കൂ. മൂന്നാമത്തെ കൊന്ത ഉണ്ടാക്കുമ്പോൾ മൂന്നാമത്തെ കൊന്ത മുഴുവനാവില്ല. മാക്സിമം ശരിക്ക് കൊന്ത 2 മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. കാരണം കൊന്ത ഇതുപോലെ മുഴുവനായിട്ട് നമ്മുടെ കയ്യിലോട്ട് ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കി വരണമെങ്കിൽ ഇതിൻ്റെ ടൈമിങ് സമയം 10 ഒരു ദിവസത്തിൽ 6 മണിക്കൂർ കൊന്ത ഉണ്ടാക്കാൻ വരും. 6 മണിക്കൂർ കൊന്ത ഒരു ഇതുപോലെ മുഴുവനായിട്ടുള്ള കൊന്ത 6 മണിക്കൂർ എന്തായാലും എടുക്കും. അത് ഈ കൊന്തയിലും എൻ്റെ കയ്യിലുള്ള കൊന്തയിലും ഇതുപോലെ മുഴുവനായിട്ടുള്ള കൊന്ത ഉണ്ടാക്കണമെങ്കിൽ 6 മണിക്കൂർ സമയം, 6 മണിക്കൂർ കൂടുതൽ സമയം ഇരുന്ന് എടുത്തിട്ടാണ് ഇതുപോലെ മുഴുവനായിട്ടുള്ള കൊന്ത ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗെയ്സ്, ഇതുപോലൊരു കൊന്ത നിങ്ങളുടെ കയ്യിലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അഡ്രസ്സിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അവിടെയും ബന്ധുക്കളുടെ അവിടെയും ഓഫീസിലൊക്കെ കത്ത് ചെയ്യാറില്ല നമ്മൾ. അതിൻ്റെ ആ ഒരു കവറിലോട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് തരാം. ഒന്നുകൂടി പിടിയാണ് ഗൈസ്. നൂല് 1200 മീറ്റർ നൂല്, പിന്നെ പൊട്ടിയ കൊന്ത, അതിൻ്റെ മണികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 53 മണികൾ ആണ് വേണ്ടത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ കവറിൻ്റെ ഉള്ളിലോട്ട് ഇട്ടുതരാം. പിന്നെ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മറ്റൊരു കൊന്ത, കൊന്തമണിയുടെ അതേ കളറുള്ള മറ്റൊരു കൊന്ത നിങ്ങളുടെ കയ്യിൽ അനാവശ്യമായിട്ട് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിതും കവറിന് ഉള്ളിലോട്ട് ഇടുക. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടിൻ പേര്, ഫോൺ നമ്പർ, നിങ്ങളുടെ ഫേസ്, ഇത് മറ്റൊരു ഷീറ്റിൽ നിങ്ങൾ എഴുതി ഈ കത്തിൻ്റെ കവറിൻ്റെ ഉള്ളിലോട്ട് ഇടുക. പിന്നെ അതിൻ്റെ ഫീസ് 50 രൂപ നിങ്ങൾ എന്തായാലും കത്തിൻ്റെ ഉള്ളിലോട്ട് ഒട്ടിക്കാണ്ട് തന്നെ ഇട്ട് തരണം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എൻ്റെ ഒരു ഫീസാണ്. ഒരു ഇതിന് പോകുന്നില്ല. അപ്പോൾ ഇനി ഏകമാർഗം ഇതുപോലെ കൊന്ത കെട്ടി ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് നിങ്ങൾക്ക് ചിലർക്ക് കൊന്ത കെട്ടാൻ അറിയില്ല.
അവരോടാണ് ഞാൻ അവരോട് മാത്രമല്ല ബാക്കി എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ അഡ്രസ്സിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് എൻ്റെ അഡ്രസ്സിൻ്റെ ഇതിലേക്ക് അയച്ചു തരാം. ഞാൻ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ഇതുപോലെ ഒരു കൊന്ത ഞാൻ ഉണ്ടാക്കി തരാം. ഇത് 53 മണി ജപം ആണ്. അപ്പോൾ നിങ്ങൾക്ക് 53 മണി ജപം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് ഉണ്ടാക്കി തരും. അപ്പം നിങ്ങൾക്കതല്ല 10 മണി ജപമാല ആണ് ആവശ്യമെങ്കിൽ ഞാൻ അത് നല്ല രീതിയിൽ പാലക്കാട്ടായിട്ട് 10 മണി ജപമാല നിങ്ങളുടെ കയ്യിലോട്ട് ഉണ്ടാക്കി തരും. നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. 53 മണി ജപമാലയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ 10 മണി ജപമാലയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്ത് ഇതിൽ രണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കടലാസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 53 മണി ജപമാലയാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ അതും 10 മണി ജപമാല ആണ് ഉണ്ടാക്കേണ്ടത്. ഇതിൽ രണ്ടും ഉണ്ടാക്കണമെങ്കിൽ രണ്ടും നിങ്ങൾ മറ്റൊരു കടലാസിൽ എഴുതി തരണം. മറ്റൊരു കടലാസിൽ നിങ്ങൾ എന്തായാലും എഴുതി തരണം. 53 മണി ജപമാല ആണ് ഉണ്ടാക്കേണ്ടത് എന്ന് എഴുതിയിട്ട് നിങ്ങൾ കത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് തരാം. പിന്നെ അതല്ല നിങ്ങൾക്ക് 10 മണി ജപമാലയാണ് ഉണ്ടാക്കേണ്ടത് എന്നാണെങ്കിൽ അത് നിങ്ങൾ കടലാസിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, കത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് തരാം. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ 10 മണി ജപമാല ആണെങ്കിലും 53 മണി ജപമാല ആണെങ്കിലും നിങ്ങൾ എന്തായാലും ദൈനംദിന 600 മീറ്റർ എന്തായാലും വേണം. ഞാൻ 1200 മീറ്റർ ദൈനംദിന വേണമെന്ന് പറഞ്ഞ് തെറ്റി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു നൂല് ഇല്ലല്ലോ. അതുകൊണ്ടാണ് 1200 മീറ്റർ നീളത്തിൽ നൂല് വേണമെന്ന് പറഞ്ഞ് അതെന്തായാലും വേണം. അത് 53 മണി ജപമാല ഉണ്ടാക്കാൻ വെച്ചാലും 10 മണി ജപമാല ഉണ്ടാക്കാൻ വെച്ചാലും എന്തായാലും വേണം. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ജപമാല ഞാൻ ഇതൊക്കെ ഞാൻ സ്വന്തമായി ഇരുന്നുണ്ടാക്കിയ ജപമാലയാണ്. കുറച്ച് ദിവസം ആയി വീട്ടിൽ ഇതുപോലെ സംഭവം തുടങ്ങിയിട്ട്. ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ജപമാലകൾ. അപ്പോൾ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നല്ല കൺവൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള നല്ലൊരു ഇത് എന്ത് ചെയ്യുക, നമ്മൾ എന്നെ സഹായിക്കാനായിട്ട് നല്ല മനസ്സുണ്ടെങ്കിൽ മുമ്പിലോട്ട് വരാം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മണി ഉണ്ടാക്കാനായിട്ടുള്ള ഇതുപോലെയുള്ള മണി, പിന്നെ നൈലോൺ നൂല്, പിന്നെ ഫെവിക്കോള് പശ. എന്തിനാണ് ഫെവിക്കോള് പശ ആവശ്യം ഞാൻ പിന്നീട് പറയാം. ഞാൻ ഫെവിക്കോൾ പശ ഞാൻ മറ്റൊരു അടുത്ത വീഡിയോയിൽ ഞാൻ എന്തിനാണ് ഈ ഫെവിക്കോൾ പശ യൂസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.
അതായത് ഞാൻ മറ്റൊരു ദിവസം ഞാൻ ഇതിൻ്റെ മറ്റൊരു വ്ളോഗ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്തിനാണ് ഫെവിക്കോൾ ഈ കോണ്ടാക്ട് കട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. കൊന്ത ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എത്ര എളുപ്പമല്ല. ഒരു ദിവസം 2-3 കൊന്തയാണ് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ മാക്സിമം ശരിക്കും പറഞ്ഞാൽ 2 കൊന്തയാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് 2 കൊന്ത ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം 12 മണിക്കൂറാവും. തോന്നുന്നില്ല. എന്തായാലും ഈ ജപമാല ഉണ്ടാക്കാനായിട്ട് 24 മണിക്കൂർ എന്തായാലും എടുക്കും. ഈ 24 മണിക്കൂർ 2 കൊന്തം മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റൂ, അത് മുഴുവനായിട്ട്. അത്രയ്ക്കും സമയം എടുത്തിട്ടാണ് ഈ 53 ജപമാല ഉണ്ടാക്കുന്നത്. അത്രയ്ക്കും സമയമെടുത്തിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് ജപമാല എത്തുന്നത്. ഇത്രയും 1.5 ആഴ്ച എനിക്ക് കൊന്ത ഉണ്ടാക്കാൻ അറിയാം. ഈ 1.5 ആഴ്ച കൊണ്ട് ഞാൻ ഒരു കാര്യം പഠിച്ചു. കൊന്ത ബിസിനസ് എന്തുകൊണ്ടും നല്ലൊരു ബിസിനസ്സാണ്. മോശം ബിസിനസ് അല്ല, നല്ലൊരു ബിസിനസ് ആണ് കൊന്ത ബിസിനസ്. ദൈവാനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ ഈ കൊന്ത ഉണ്ടാക്കി ജീവിക്കുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ അവിടെ നിന്ന് എന്തായാലും കിട്ടും. അപ്പം ഞാൻ ഈ കൊന്ത ഉണ്ടാക്കി ഞാൻ ബിസിനസ് ചെയ്യാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ കത്ത് വഴിയും ചെയ്യുക. അതിനുള്ളിലോട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എൻ്റെ അഡ്രസ്സിൻ്റെ ഇതിലേക്ക് അയച്ചു തരാം. എൻ്റെ ഫീസ് 50 രൂപയും അതുകൂടി നിങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് തരണം. അത് ഒരിക്കലും ഒട്ടിക്കാൻ പാടില്ല. ഒട്ടിക്കാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഇട്ട് തരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. വലിയ പണക്കാരൻ ആവണല്ല, അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. പണക്കാരൻ ആവണല്ല, എങ്ങനെയെങ്കിലും ജീവിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 50 രൂപേൻ്റെ ഫീസ് 50 രൂപ നിങ്ങളുടെ കത്തിൻ്റെ ഉള്ളിലോട്ട് നടക്കാണ്ട് ഇട്ട് തരാം. ഒരിക്കലും ഒരു തരത്തിലും ഒട്ടിച്ച് വയ്ക്കാൻ പാടില്ല. ഒരു തരത്തിലും ഒട്ടിച്ച് വയ്ക്കാൻ നിങ്ങൾ കത്തിൻ്റെ ഉള്ളിലോട്ട് 50 രൂപ ഇട്ട് തരണം. ഇതുപോലെ നല്ല പെർഫെക്റ്റായ രീതിയിൽ അത് 53 ജപമാല ആണെങ്കിലും 10 മണി ജപമാല ആണെങ്കിലും ഞാൻ എന്തായാലും പെർഫെക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ ഉണ്ടാക്കി തരാം. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കിനി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരയ്ക്കും ഇന്നത്തെ എൻ്റെ ഈ സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടുകൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനും എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ തരാ ബൈ ബൈ സീ യു. എല്ലാവർക്കും എൻ്റെ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എൻ്റെ കൊന്ത ബിസിനസ് വിജയിക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതായത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് 150 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് ശരിക്ക് പുറത്താണ് ഇത് വിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ 50 രൂപയ്ക്ക് വിൽക്കും, ചിലപ്പോൾ 80 രൂപയ്ക്ക് വിൽക്കും. ജീവിക്കണ്ടേ? അപ്പോൾ ഓൺലൈനിലൊക്കെ ചെയ്യുമ്പോഴും
അല്ലാണ്ട് ചെയ്യുമ്പോഴും GST എന്തായാലും വരും. എന്തായാലും GST എന്തായാലും എടുക്കണമെന്നുണ്ട്. GST എന്തായാലും ഉറപ്പാണ്. അത് ഓൺലൈനിലാണെങ്കിലും GST എന്തായാലും വരും. ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓൺലൈനിൽ എന്ന് വെച്ചാൽ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ മറ്റു ചില ഷോപ്പിംഗ് ആയിട്ടുള്ള ആപ്പുകളിലൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് ആമസോണിലാണ്. ആദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് അപ്പോൾ 150 രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് പോകുന്നത്. കാരണം ഈ ആമസോണിൽ വിൽക്കുമ്പോൾ അതിൽ ഒരുപാട് ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും 50 താഴെ 50 രൂപ എന്തൊക്കെയാണ് അവർ കൊടുക്കുന്ന പ്രൈസ്. മറ്റ് ചില ഇത് ടാക്സായിട്ട് പോകും. അപ്പം എന്തായാലും അങ്ങനെ സംഭവം ആമസോണിലൊക്കെ നടക്കുന്നുണ്ട്. അത് ടാക്സ് ഗവൺമെൻറ് ഭാഗത്ത് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും GST എന്തായാലും വരും. പിന്നെ ടാക്സൊക്കെ അടയ്ക്കേണ്ടി വരും. എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുഴപ്പമൊന്നും എനിക്ക് വരാൻ പാടില്ല. അപ്പോൾ കുഴപ്പം വരാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ബിസിനസ് വിജയകരമാകാൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ എന്നെന്ന് ഓർത്ത് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം.